സരിതമോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ജീപ്പി കയറാൻ. ഞാൻ ജീപ്പി കയറാൻ. സാറ് വിളിക്കുന്നു. ജെയിംസ്. നോ, സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോർജ്. ഇരിക്കൂ. പ്ലീസ് ഇരാം. എല്ലാം അത്ഭുതമായി തോന്നല്ലേ? ഈ വേഷവും ഭാവവും സരിതയാണ് എനിക്ക് സമ്മാനിച്ചത്. അന്ന് കോളേജിൽ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇന്ന് ഈ കസേരയിലിരുത്താൻ ഇടയാക്കിയത്. ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. ഈ ജന്മം ഞാനിത് മറക്കില്ല. മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ സരിതയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചന്ദ്രശേഖരനിൽ ബലമായ സംശയങ്ങളുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ ഇന്നലെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം ചേട്ടൻ. കോൺസ്റ്റബിൾ, തലയും കൊണ്ടുവരൂ. ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത്. തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുവായി പോയി. തനിക്ക് പോവാം. സാർ, സരിത രക്ഷിച്ചിടത്തോളം മതി. സരിതയ്ക്ക് ഇന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നല്ലേ? സിത്താര ബാങ്ക് മാനേജർ മിസ്റ്റർ വിനോദ് എന്റെ ഫ്രണ്ടാണ്. സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്റെ വീട് ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോവാം. വരൂ. സരിതാരൻ. അതെ, സരിതയുടെ മായാത്ത ഓർമ്മയ്ക്ക് വേണ്ടി. സർ, നോ, ജെയിംസ്. സരിത അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം.
വർക്കി ആ ജീപ്പിനകത്ത് സൂട്ട് കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ? അല്ല, തലവേദന കേസാണോ? അങ്ങനെയാണെ കുപ്പി എടുത്തോണ്ട് വരാം. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ? ആ എന്താ പേടി തോന്നുന്നുണ്ടോ? മിസ്സസ് എവിടെ? വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷായി വരും. അയ്യോ, എന്താ ചന്ദ്രൻ നെറ്റിയില്? സാരമില്ലമ്മേ, ട്രെയിനിൽ നിന്നൊന്ന് ഉറങ്ങിപ്പോയി, തല സൈഡിലൊന്നും ഇടിച്ചു. ആ കൊള്ളാം. എന്തോക്കെ ഉറങ്ങിയത്? കുമാറിന് സേവയായിരുന്നോ? ആ അത് തന്നെ. അവളുടെ താമസ സൗകര്യം എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവരെ എന്റെ മിസ്സസിനെ കണ്ടില്ലല്ലോ. അവൾ വീട്ടിൽ പോയിരിക്കുക. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ബാക്കി. വിളമ്പി വയ്ക്കും. ആഹാരം കഴിക്കാം. ശരീരക്ക് ഇവിടെ കിടക്കാം. ഞാനാണ്. കറണ്ട് പോയതാ. കിടന്നോളൂ. സ്ഥലം മാറി കിടന്നുകൊണ്ട് ഉറങ്ങാൻ താമസിച്ചാണ്. ബാങ്ക് മാനേജരോട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ശരീര ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം. ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെ ഒന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം. എന്താ? തലവേദന എങ്ങനെയുണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്നു കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പൊ
ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല.